ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഉമ്മമ്മയുടെ ഒരു പരിപാടി നമുക്ക് റേഡിയോയിൽ കേൾക്കാം. അത് കേൾക്കാൻ വേണ്ടി നമ്മൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. അപേക്ഷ നൽകിയാൽ ആവശ്യമായ പരിശോധനകൾ വേഗത്തിൽ പൂർത്തിയാക്കി അനുവാദം നൽകണം. നെൽവയൽ നിയമം വരുന്നത്. അപ്പോൾ കുറേ നേരത്തെ കാത്തിരിപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി തുടങ്ങി ഗൈസ്. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം. നമ്മളെ പരിപാടി തുടങ്ങുമ്പോഴാണ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കിസാൻ വാണിയിൽ ആരാമത്തിലെ അപൂർവ അന്തേവാസികൾ. നെട്ടൂരിൽ റെയിൽവേ ബ്രിഡ്ജിന് സമീപം പഴയ മുസ്ലിം പള്ളിയുടെ അടുത്തായുള്ള നങ്ങ്യാരത്ത് വീട്. പച്ചപ്പട്ട് പരവതാനി വിരിച്ച പുൽത്തകിടിയും ആകർഷകമായി വെട്ടിയൊരുക്കി നിർത്തിയിട്ടുള്ള വൈവിധ്യമാർന്ന അലങ്കാര ചെടികളും വിവിധ തരം ഫലവൃക്ഷങ്ങളെല്ലാമുള്ള ഒരു പൂന്തോട്ടം. താമരക്കുളവും ഊഞ്ഞാലും എല്ലാമുള്ള മനോഹരമായ ഒരു മ്യൂസിയത്തെയോ ഉദ്യാനത്തെയോ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരിടം. ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ ഈ അന്തരീക്ഷത്തിൽ കാഴ്ചയിൽ കൗതുകം ജനിപ്പിക്കുന്ന മറ്റു ചിലരുമുണ്ട്. വടക്കേ അമേരിക്കൻ സ്വദേശിയും ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യവുമായ അലിഗേറ്റർ ഗർ, കൂർത്ത പല്ലുകളുള്ള ആക്രമണകാരിയായ മത്സ്യമായ പിരാന, തെക്കേ അമേരിക്കൻ സ്വദേശിയായ തത്ത, ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ്, കോക്ടെയിൽ, വ്യത്യസ്ത ഇനം ഫാൻസി നാടൻ കോഴികൾ, പ്രാവ്, അങ്ങനെ നീളുന്നു ആ ചിലർ. ഇവയെല്ലാം സസൂക്ഷ്മം ശ്രദ്ധിച്ച് പരിപാലിച്ചു പോരുന്ന നങ്ങ്യാരത്ത് വീട്ടിലെ 2 പേരെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. NK അബ്ദുൾ റഹീമും ഭാര്യ സൗദ ബീവിയും. BSNL നിന്ന് വിരമിച്ചതിനു ശേഷം പൊതുപ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ NK അബ്ദുൾ റഹീമിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പണ്ട് എനിക്കൊരു കൗതുകമായിരുന്നു. പല വീടുകളിലും ചെല്ലുമ്പോഴേക്കും ഗാർഡനൊക്കെ കാണുമ്പോൾ വീട്ടിലേക്ക് ഇതുപോലെ ഒരു ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടിട്ട് സ്വന്തമായിട്ട് നമ്മളിങ്ങനെ ചെടി മേടിച്ചുകൊണ്ട് വന്നിട്ട് നട്ട് ഇതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്ത്. ഇതൊക്കെ കൂടുതലും ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? സഹായിക്കുന്ന വൈഫാണ്. വൈഫ് കൂടെ ഇരുന്ന് സഹായിക്കും. പിന്നെ പിള്ളേരും ഉണ്ടാവും. അങ്ങനെയൊക്കെ എന്നിട്ടാണ് ചെയ്യുന്നത്. റിസ്ക്കാണ് ഈ സാധനം. ഇത് പറിച്ച് നട്ട് പുല്ലൊക്കെ വെച്ച് വളർത്തണമെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതൽ കാര്യങ്ങൾ വൈഫ് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കും. നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ഇത്തയോടെ തന്നെ ചോദിച്ചറിയാം. ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സൗദ ബീവി. ഞാൻ ഹൗസ് വൈഫാണ്. 2 കുട്ടികളാണ്. ഒരാൾ പുറത്താണ്, ഒരാൾ തമ്മനത്ത് മാറി താമസിക്കണം. കൗതുകം ജനിപ്പിക്കുന്ന പല കാഴ്ചകളുണ്ട്. നമുക്ക് ആദ്യം എന്താണെങ്കിലും ഇവിടുത്തെ ഓമന മൃഗങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ കിച്ചൻ നല്ല പരിപാടിക്ക് ആയിരുന്നു, കേട്ടോണ്ടിരിക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.